2006 വന്ന പളുങ്ക് എന്ന സിനിമയിൽ ഒരു പീഡോഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിലുണ്ട്. അന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് അതിനേക്കാൾ എത്രയോ വലിയ തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നതായിട്ട് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. അന്ന് നമുക്ക് ആർക്കും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. നമ്മൾ പല ആളുകളും അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ നന്മ ചിന്തിക്കുന്ന തരത്തിൽ മാത്രമാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ കാലത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പുറത്ത് നമ്മളെല്ലാം ഭംഗിയാണെന്ന് നടിക്കുന്നതല്ലേ കാപട്യം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് റേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് റിയൽ ആക്കാനാണ് ആളുകളെ, ആരെയും ഗ്ലോറിഫൈ ചെയ്യാതെ എല്ലാ ക്യാരക്ടേഴ്സിലും അവരിലുള്ള ഗ്രേ ഷെയ്ഡ്സിനെ അതേപോലെ തന്നെ നിലനിർത്തി അത്തരം ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മളിത് ജനറലൈസ് ചെയ്യുകയല്ല സിനിമയിൽ ചെയ്യുന്നത്. ഇത്തരം കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരം ആളുകളും ഇൻസിഡൻസും ഇതിൽ കൂടിയ അളവിൽ ഇവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ ഓർത്തിണക്കി നമ്മൾ ഒരു റിയൽ ഇൻസിഡന്റിന് ഒന്നല്ല ഒന്നിലധികം ഇൻസിഡൻസ് ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും വന്ന് റിലേറ്റ് ഞങ്ങളോട് വന്ന് പറഞ്ഞു, എനിക്കറിയാം നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ വീഡിയോസ് കണ്ടതാണ്. അപ്പോൾ റിയൽ ഇൻസിഡന്റ് ഇതിന് പിന്നിൽ വർഷങ്ങളോളം അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയ പ്രവർത്തകരും അടങ്ങുന്ന ആളുകളടക്കമുള്ളവരെ സംസാരിച്ച് ഇതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചത്. അല്ലാതെ വെറുതെ ചർച്ച ചെയ്ത് തോന്നിയൊരു കാര്യം എടുത്തിട്ട് സിനിമയാക്കി പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ മാത്രം വിട്ടികളല്ല ഞാൻ. കാരണം പ്രേക്ഷകരെ ഞങ്ങൾ ഒരുപാട് മാനിക്കുന്നു, അവരുടെ സെൻസിനെയും സെൻസിറ്റിവിറ്റിയെയും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു.